നമസ്കാരം. ചൈനയിലെ ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം സസൂക്ഷ്മം സ്ഥിതികളെ നമസ്കാരം. ചൈനയിലെ HMPV വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ശക്തമായ നിരീക്ഷണങ്ങൾ വരുത്തിയിരിക്കുകയാണ്. കർശനമായ മുൻകരുതലുകളാണ് ഇപ്പോൾ സംസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ചൈനയിലെ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ട് എന്ന നിലയിൽ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റ് പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകളെ ഒന്നും ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളില്ല. എങ്കിലും മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നതിനാലും ചൈനയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും നാം ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിലും ആരോഗ്യ അധികൃതർ പറയുന്നതനുസരിച്ച് 3 തരത്തിലുള്ള വൈറസുകളാകാം ചൈനയിൽ ഭീതി പടർത്തുന്ന രീതിയിൽ ശ്വാസകോശ അണുബാധകൾ ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത്. ഹ്യൂമോ മെറ്റാന്യൂറോ വൈറസ്, അതുപോലെ തന്നെ COVID-19 ചില വകഭേദങ്ങൾ, ഇൻഫ്ലുവൻസ A വൈറസ് ബാധകൾ എന്നിവയാണ് ആ 3 തരത്തിലുള്ള അസുഖങ്ങൾ. മഹാമാരിയായി മാറത്തക്ക വണ്ണമുള്ള ജനിതക വ്യതിയാനങ്ങൾ ഇവയിൽ ഒന്നിലും തന്നെ സംഭവിച്ചതായി നിലവിൽ റിപ്പോർട്ടുകളില്ല. എങ്കിലും മേൽപ്പറഞ്ഞ 3 തരം വൈറസുകളിൽ ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ് ആണ് താരതമ്യേന നമുക്ക് അപരിചിതമായ വൈറസ്. ആ വൈറസിനെ കണ്ടെത്തിയത് 2001 മാത്രമാണെങ്കിലും കഴിഞ്ഞ 50 വർഷത്തിൽ കൂടുതലായി കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് തന്നെ മുൻപ് വന്നുപോയ ജലദോഷ പനിയൊക്കെ ഈ വൈറസ് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ HMPVയെ അപകടകാരിയായി ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല. കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അണുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ രോഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ HMPV വളരെയധികം ഭീതി വരുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. അതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കുന്നതാണ്. എന്നാൽ പ്രവാസികൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ നിലവിൽ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ വൈറസ് വിഭാഗങ്ങളിൽ രണ്ടാമത്തേത് COVID-19 പുതിയ ജനിതക വ്യതിയാനങ്ങളാണ്. മറ്റൊരു മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വൈറസുകളിൽ COVID-19 പുതിയ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ ന്യൂമോണിയ രോഗം പടരുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളിലൊന്ന് കോവിഡിന്റെ പുതിയ ജനിതക വ്യതിയാനങ്ങളാണെങ്കിൽ കരുതിയിരിക്കേണ്ടതാണ് നമ്മൾ. എങ്കിലും നേരത്തെ തന്നെ കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്കും കോവിഡ് രോഗത്തിനെതിരെ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കും പുതിയ ജനിതക വ്യതിയാനം അപകടകരമായ രോഗാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ അണുബാധ പടരുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രായമുള്ളവരെയും രോഗികളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാം കരുതിയിരിക്കേണ്ടതുണ്ട്. ഇനിയും പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ലാത്ത COVID-19 ജനിതക വ്യതിയാനങ്ങൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാനും സംസ്ഥാനം സുസജ്ജമാണ്. സംസ്ഥാനത്ത് എവിടെയും COVID-19 സമാനമായ ലക്ഷണങ്ങൾ ക്ലസ്റ്ററുകളായി രൂപപ്പെടുന്ന സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കണം. എങ്കിലും H1N1 പോലെ നിലവിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസിൽ അപകട സ്വഭാവമുള്ള പുത്തൻ ജനിതക വ്യതിയാനങ്ങളോ പുത്തൻ ഇൻഫ്ലുവൻസ വൈറസ് തന്നെയോ കടന്നു വന്നതായി നിലവിൽ റിപ്പോർട്ടുകളില്ല. എങ്കിലും ഇൻഫ്ലുവൻസ രോഗങ്ങളുടെ നിരീക്ഷണ സംവിധാനവും നാം ശാക്തീകരിക്കുകയാണ്. ഇൻഫ്ലുവൻസ രോഗവ്യാപനത്തെ പറ്റിയുള്ള നമ്മുടെ പ്രധാന ഉത്കണ്ഠ അത് ഗർഭിണികൾക്ക് അപൂർവമായെങ്കിലും അപകടം വരുത്താം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണികളായ സ്ത്രീകൾ മാസ്കുകൾ മസ്റ്റായിട്ടും ഉപയോഗിക്കുകയും ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും വേണം. ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കാലം ലോക്ക്ഡൌൺ അനുഭവിച്ച ഒരു രാജ്യമാണ് ചൈന എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും COVID-19 സമൂഹത്തിൽ പൂർണ്ണമായും വ്യാപിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു വിലയിരുത്തൽ. കൃത്യമായ വ്യക്തി ശുചിത്വം പാലിക്കുക. നിങ്ങൾക്ക് ജലദോഷമോ മറ്റോ ഉണ്ടെങ്കിൽ തൂവാലയും മാസ്കും ഉപയോഗിക്കുക. മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്താൽ തന്നെ നമുക്ക് ഇതും അതിജീവിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്.